Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയ പാക്കറ്റിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ്. അപ്പോൾ ഇതും വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീക്വൻസ് വേണം, ഗോൾഡൻ കളറിലെ സീക്വൻസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ട്യൂബ് ബീഡ് വേണം. അത് ആൻറ്റി ഗോൾഡ് കളറിൽ തന്നെ ട്യൂബ് ബീഡാണ് എടുത്തിരിക്കുന്നത്. അത് ഈ 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോർഡർ ഭാഗം, നെക്കിൻ്റെ ബോർഡർ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നോർമൽ നീഡിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ നോർമൽ നമ്മുടെ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ 3 ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ആ ബോർഡർ ഭാഗം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ കൊടുത്തല്ലേ ആ ഒരു ഭാഗത്തൊന്ന് ബാക്കി ആ 3 ബീഡ്സിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ത്രെഡ് ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അത് ഇരുന്നോളൂ, പറഞ്ഞൊന്നും പോരത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. അടുത്ത ബീഡ്സ് ഇതുപോലൊരു 3 ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോർഡർ ഭാഗം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അകത്തൂടി 3 ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ത്രെഡ് എടുക്കുക. ബോർഡർ ഭാഗം നമ്മളിതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആൻറ്റി ഗോൾഡ് കളറിലെ ബീഡ്സ് ഉണ്ടല്ലോ, 2 ബീഡ്സ്, ഇത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആ ഒരു ബോർഡറിനകത്ത് നിൽക്കുന്ന വിധത്തിലാണ് ഈ ഒരു 2 ബീഡ്സൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടെ ഇതുപോലെ 2 ബീഡ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സീക്വൻസിലെ ഗോൾഡൻ കളറിലെ സീക്വൻസ് ഇതുപോലെ തന്നെ എവിടെയൊക്കെയാണോ 2 ബീഡ് വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ, ആൻറ്റി ഗോൾഡ് കളറിലെ ആ ഒരു ബീഡ് ഇതുപോലെ അടുപ്പിച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിക്കായിട്ട് അടുപ്പിച്ചല്ല, അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ബോർഡർ ഭാഗം, അതായത് ബോർഡറിനകത്ത് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നമുക്ക് ബോർഡറിൻ്റെ അവിടെയും അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് യോക്കിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. എൻ്റെ ദുപ്പട്ടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് സ്ലീവിലും നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ബോർഡറിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.